നമ്മൾ ഏതാ പറഞ്ഞു? This call is now being recorded. ഇപ്പൊ റെക്കോർഡ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ശ്രദ്ധിക്കുക, അനീതിക്ക വിജയം. ഇനി നമ്മള് 9ാമത്തെ പാഠാണ് അല്ലേ? 10ാമത്തെ പാഠം. 9 നമ്മൾ ചർച്ച ചെയ്തു. ഇനി 10ാമത്തെ പാഠാണ് കേട്ടോ. 10ാമത്തെ പാഠം എന്താണ്? ഒരു സമാധാന സന്ധി. ശ്രദ്ധിക്കണേ. കാണുന്നുണ്ടോ? ഈ പാഠം കാണുന്നുണ്ടോ? കാണുന്നില്ല മക്കളെ? നമ്മൾ 9ാമത്തെ പാഠം ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ? അനീതിക്കെതിരിൽ ഒരു വിജയം. അതായത് മൂത്തത്തി യുദ്ധത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ കണ്ടില്ലേ, ഇതിൽ നമ്മൾ പ്രധാന പോയിന്റുകളൊക്കെ പറഞ്ഞു. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ അനീതിക്കെതിരിൽ വിജയം എന്നുള്ള ഈ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? ഈ മൂത്തത്തി യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു. എഴുത്തുമായി ചെന്ന ദൂതനെ വധിച്ചതായിരുന്നു ഇതിന് കാരണം. പിന്നെ മൂത്തത്തി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൽപ്പെട്ടതാണ്? ഷാമിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് നടന്ന വർഷം ഹിജ്റ 8ാം വർഷമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ യുദ്ധത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ തെരഞ്ഞെടുത്തു. അത് പ്രധാനപ്പെട്ട ആള്, ഒന്നാമത്തെ ആള് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3000 പേരടങ്ങുന്ന സൈന്യത്തെയാണ് മൂത്തത്തിലേക്ക് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ ഈ വെള്ള പതാക, ഈ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കയ്യിൽ ഒരു വെള്ള പതാക നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, അദ്ദേഹം ഷഹീദായാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹും നേതൃത്വം വഹിക്കണം. അപ്പൊ നബി തങ്ങൾ എന്നിട്ട് അവസാനം പറഞ്ഞു, അദ്ദേഹവും ഷഹീദാവുന്ന പക്ഷം ആരാണത്? അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അല്ലേ? അദ്ദേഹം ഷഹീദാകുന്ന പക്ഷം ഒരാളെ നിങ്ങൾ നേതാവായി തെരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യണം. അങ്ങനെ അവസാനമായിട്ട് അവര് തെരഞ്ഞെടുത്തത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ ഇതിൽ വന്ന ഈ 3 ആളുകളെ പേര് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തെരഞ്ഞെടുത്ത മൂത്തത്തി യുദ്ധത്തിലേക്ക് നേതാക്കളെ തെരഞ്ഞെടുത്ത 3 ആളുകളുടെ പേര് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വരുന്ന ചോദ്യമാണ് എന്ത്? സുന്നത്ത് നോമ്പക്കാരനായി ഷഹീദായ സ്വഹാബിയാര്? അത് ജാഫർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ പിന്നെ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വരുന്ന ചോദ്യം എന്താണ്? അദ്ദേഹം തന്റെ സ്വഹാബി അനുയായികൾക്ക് മോട്ടിവേഷൻ കൊടുത്തൊരു ചോദ്യം വരാറുണ്ട്. എന്താ പറഞ്ഞത്? അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന് നിദാനം എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് ധൈര്യം പകർന്നു കൊടുത്തിരുന്നു. ഇതും ചോദ്യം വരാറുണ്ട്. പിന്നെ അവസാനം ഇതിന് നേതൃത്വം കൊടുത്തത്, ഇവരെല്ലാവരും തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോരാട്ടം നടന്നു. അങ്ങനെ റോമൻ സൈന്യം പരാജയപ്പെട്ടു. പിന്നെ ഇതിൽ ചോദിക്കാറുള്ളത്, മുസ്ലിം പക്ഷത്ത് എത്ര പേരുണ്ടായിരുന്നു? 3000 പേരാണെങ്കിൽ ഈ റോമൻ സൈന്യം 2 ലക്ഷമായിരുന്നു. അതാണ് പോയിന്റ്. അവര് ഈ 3000 വരുന്ന ആളുകളോട് 2 ലക്ഷം വരുന്ന ഈ സൈന്യത്തിന് എന്ത് ചെയ്തു? പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അല്ലെ? പിന്നെ എത്ര ആളുകൾ ഷഹീദായി? സ്വഹാബികളിൽ നിന്ന് 12 പേരാണ് ഇതിൽ ഷഹീദായിട്ടുള്ളത്. അതും ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. മൂത്തത്തി യുദ്ധത്തിൽ സ്വഹാബികളിൽ നിന്ന് 12 പേര് ഷഹീദായി. ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ആളുകൾ, അനേകം പേർ കൊല്ലപ്പെട്ടു എന്നാ പറഞ്ഞത്. ഓക്കെ. ഇനി നമ്മള് 10ാമത്തെ പാഠമാണ് ചർച്ച ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ 10ാമത്തെ പാഠമാണ് ചർച്ച ചെയ്യണം. ഒരു സമാധാന സന്ധി എന്നുള്ള പാഠമാണ്. ഇതില് പ്രധാനമായിട്ടും ഈ പാഠഭാഗം ജസ്റ്റ് വായിച്ചരാ. ഇതില് പ്രധാനമായി വന്നത് ഉസ്താദ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന തബൂക്കുമായി ബന്ധപ്പെട്ടത് നമുക്കൊന്ന് വായിച്ചു വെക്കാം. അപ്പൊ ഈ പിന്നെ മൂത്തത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ശത്രുക്കൾ പരാജയപ്പെട്ടു അല്ലെ? റോമൻ സൈന്യം. അപ്പൊ അവര് വീണ്ടും എന്തുണ്ടാവും? അതിന്റെ ഒരു വൈരാഗ്യം അല്ലെ, അതിന്റെ ഒരു പിന്നെ പക വീട്ടിൽ അവർ പിന്നീട് എന്ത് ചെയ്യും? നടത്തിക്കൊണ്ടേയിരിക്കും. ആ ഒരു വിഷയമാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ അവസാനം അവർ പരാജയ ഭീതി ഭയപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഒരു സന്ധിക്ക് തയ്യാറാവാണ്. അപ്പോഴാണ് അതാണ് തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും, അതായത് കരാറിന് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാകുകയും ചെയ്തു. അപ്പൊ ഇവിടെ തബൂക്കിൽ എന്തുണ്ടായിട്ടില്ല? ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. അവര് ഭയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അവർ തന്നെ സ്വയം ഒരു കരാറിന് തയ്യാറാവുകയും ആ കരാറിലൂടെ അവരെന്ത് ചെയ്യാണ്? ഈ പോരാട്ടത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മൂത്തത്തി യുദ്ധം നടന്നത് ഹിജ്റ 8-നായിരുന്നു. ഈ തബൂക്കിൽ വച്ച് നടന്ന ഈ സമാധാന സന്ധി നടന്നത്, യുദ്ധമെല്ലാം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇവിടെ യുദ്ധം ഒഴിവായി പോയി. അപ്പൊ ഇവിടെ ഒരു സന്ധിയാണ് ഉണ്ടായത്. അത് ഹിജ്റ 9-നായിരുന്നു. അപ്പൊ ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചരാം. ശ്രദ്ധിക്കട്ടോ. ഒരിക്കൽ പരാജയപ്പെട്ടവർ പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരും. മുഅ്തത്തിൽ പരാജയപ്പെട്ട റോമക്കാർ മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രതിരോധത്തിന്, അഥവാ ഒരു വരുന്നത് പോലെ നമ്മൾ തടയണം അല്ലെ? അപ്പൊ ആര് തയ്യാറായി? അവരെ പ്രതിരോധത്തിന് ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രതിരോധത്തിന് തയ്യാറാകാൻ, അതായത് അവരെ നേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക്
നിർദ്ദേശം നൽകി. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ പ്രയാസപ്പെട്ട സമയമായിരുന്നു അല്ലെ. കഠിന ചൂടും വരൾച്ചയുമുള്ള ഘട്ടത്തിലായിരുന്നു ഇത്. എന്നാലും കഴിയും വിധം സഹാബികൾ എന്തിനു തയ്യാറായി? യുദ്ധത്തിന് ഒരുങ്ങി അല്ലെ. അപ്പൊ അങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എവിടേക്ക് പുറപ്പെട്ടു? തബൂക്കിലേക്ക് പുറപ്പെട്ടു. തബൂക്ക് എവിടെയാന്ന് ചോദിക്കാം. നമ്മൾ നേരത്തെ മൂത്തത്ത് എവിടെയാന്ന് പറഞ്ഞത്? തബൂക്ക് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള പ്രദേശമാണ്? ഓക്കെ മക്കളെ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഉസ്താദ് പറഞ്ഞോളാം, ശ്രദ്ധിക്കുക. അതായത് പിന്നെ ചോദിക്കാറുള്ളത് ചോദ്യം വന്നത് എന്താ? ഈ മദീനത്താണല്ലോ മുത്തനബിയുടെയും സഹാബത്തിന്റെ കേന്ദ്രം എവിടെയാണ്? മദീനയാണ്. അപ്പൊ ഈ മദീനത്ത് നിന്നാണ് ഇവർക്കൊക്കെ അവർ പോകുക അല്ലെ. അപ്പൊ ഈ മദീനയിൽ നിന്ന് വളരെ അകലെയുള്ള സ്ഥലമാണ് തബൂക്ക്. ഈ തബൂക്കിലേക്ക് പോകണത് ഏത് വഴിയിലൂടെ? കുറെ വഴികളുണ്ട്. ഇവർ തബൂക്കിലേക്ക് പോകുന്നത് ഏത് സ്ഥലത്തിലൂടെ? ഇത് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഹിജറിലൂടെയായിരുന്നു അവർ യാത്ര പോയിരുന്നത്. ഈ ഹിജറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? ഈ സമൂദ് ഗോത്രം ഏത് പ്രവാചകന്റെ സമൂഹമാണെന്ന് അറിയാം? ഓർമ്മ ഉണ്ടോ? സമൂദ് ഗോത്രം ഏത് പ്രവാചകന്റെ സമൂഹമാണ്? സ്വാലിഹ് നബി ഇസ്ലാമിന്റെ ഒക്കെ സമൂഹമാണ് സമൂഹം. അവർക്ക് എന്തായാലും ശിക്ഷ ഇറങ്ങിയിരുന്നു. ആ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് ഈ ഹിജർ. ആ ഹിജറിലൂടെയായിരുന്നു നബിതങ്ങളും സഹാബികളും തബൂക്കിലേക്ക് യാത്ര തിരിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ശിക്ഷ ഇറങ്ങിയ സ്ഥലമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഒരു വിവരം കൊടുത്തു. നിങ്ങൾ എങ്ങനെയാണ് ഇതിലൂടെ പോകേണ്ടത് മക്കൾ? ഈ ഹിജറിലൂടെ എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങളെല്ലാവരും മുഖം മറക്കണം. മുഖം മറച്ചുകൊണ്ടാണ് നബിസ്വലങ്ങൾ ആ പ്രദേശത്ത് കൂടി സഞ്ചരിച്ചതാണ്. എന്നിട്ട് നബിതങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തത്, തബൂക്കിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞത്? ഇന്ന് രാത്രി ശക്തിയായ കാറ്റടിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാം മക്കളെ, ഇവിടുന്ന് ചോദ്യം വരാറുണ്ട്. എന്താണ് പിന്നെ ആ ആള് കാറ്റ് സമയം ഒരാൾ അയാൾ പറന്നു പോയി വീണ സ്ഥലം ഏത് പർവ്വതത്തിലാണ്? അപ്പൊ എന്താണത്? ഒരു ക്യാപ്റ്റൻ, ഒരു ലീഡർ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിപത്തൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് റസൂലുള്ളാഹി അള്ളാഹിന്റെ പ്രവാചകനാണ്. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി പുലരും അല്ലെ എന്ന് അറിയുന്ന ആളുകളാണ്. അപ്പൊ ജസ്റ്റ് ഒരാൾ പരീക്ഷിക്കണമല്ലോ അല്ലെ, എല്ലാ ഇടത്തും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ഇപ്പൊ എന്താ അങ്ങനെ ചെയ്താല് എന്ന് നമ്മൾ ചോദിക്കും. നമ്മളെ ഉള്ളിലൊരു ഇബ്ലീസിന്റെ സ്വഭാവമുള്ള ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അല്ലെ. എന്താണ് അങ്ങനെ ചെയ്താലെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് നോക്കിയതാണ്. അപ്പൊ കാറ്റടിച്ചാല് എഴുന്നേൽക്കരുത്. ഓക്കെ. പിന്നെ ചോദിക്കണം, അങ്ങനെ തബൂക്കിലേക്ക് പുറപ്പെട്ട വിവരം ആരറിഞ്ഞു? റോമൻ ഭരണാധികാരി അറിഞ്ഞു അല്ലെ. അപ്പൊ അയാൾ എന്തിനു തയ്യാറായി? തയ്യാറാവും. അതിനാൽ ചെയ്തു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. തബൂക്കിൽ വെച്ച് ഏറ്റുമുട്ടൽ ഒഴിവായത് എന്തുകൊണ്ട്? അല്ലെ ഏറ്റുമുട്ടേണ്ടി വന്നില്ല എന്തുകൊണ്ട്? എന്താ കാരണങ്ങൾ പറയാം? തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി ഒഴിവാക്കുകയും ചെയ്തു. അപ്പൊ ഈ തബൂക്കിൽ വെച്ചുള്ള ഈ സമാധാന സന്ധി ഉണ്ടായത് ഹിജ്റ എത്രയിലായിരുന്നു? 9-ാം വർഷം.
ഓക്കെ, ഹിജറ 9-ാം വർഷമായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അൽഹംദുലില്ലാ നമ്മൾ 2 പാഠം ചർച്ച ചെയ്തിട്ടോ. ഏതൊക്കെയാണ്? 9ഉം 10ഉം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സിമ്പിളായ വിഷയങ്ങളാണ്. നമ്മൾ അടുത്തത് 11ാമത്തെ പാഠം. 11ാമത്തെ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ഒരുപാട് വർഷത്തെ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചർച്ച ചെയ്ത ഒരുപാട് ചോദ്യപേപ്പറിൽ ക്വസ്റ്റ്യൻ വന്ന ആവർത്തിച്ച എന്നൊരു പാഠം കൂടി കേട്ടോ. ഇതിലെല്ലാം ഈ ഒരു ഒറ്റ പേജേ ഉള്ളൂ പഠിക്കാൻ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ വന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഹജ്ജത്തുൽ വിദാ എന്നാൽ എന്ത്? എന്താ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജിനെ പറയും. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞ ഉടനെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ, അല്ല നമ്മൾ സമയം ഒരുപാട് പോട്ടോ. അപ്പൊ നമ്മുടെ സമയത്ത് 5:40 ആവാനായി. കവർ ചെയ്യണ്ടേ ഫുള്ള്? ഓക്കെ, ശ്രദ്ധിക്കണം മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ ഇതിൽ ആദ്യമായി പഠിക്കണം. നോട്ട് ചെയ്തോട്ടോ. അതിൽ അടിവരടനെ വേണമെങ്കിൽ ഉസ്താദ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. ഇത് പോയിന്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് നടന്ന വർഷം അല്ലെ? ഏതാണ്? 10-ാം വർഷമായിരുന്നു ഇത്. ഏത് മാസത്തിനാണ് നിബിധങ്ങൾക്ക് പിന്നെ ഇതിന് തയ്യാറായി? മാസം 25 തങ്ങൾ ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഹിജറ വർഷങ്ങള് ശ്രദ്ധിക്കണം. ഇനി എല്ലാരും കൂടി മൈക്ക് എടുത്തിട്ട് ഒരു നിങ്ങൾ ഇനി ശ്രദ്ധിക്കാം മക്കളെ. ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മള് ഹിജറ വർഷങ്ങള് കൃത്യമായി പഠിച്ചേക്കണം. ഹിജറ 8-ന് നടന്ന 2 സംഭവങ്ങൾ ഓർത്തിരിക്കണം. ഹിജറ 8 ഹിജറ 8-ാം വർഷം നടന്ന 2 സംഭവങ്ങൾ ഓർത്തുവെക്കുക. ഒന്ന് മക്ക വിജയം നടന്നത് ഹിജറ 8-നാണ്. അതുപോലെ തന്നെ മൂത്തത്തി യുദ്ധം സംഭവിച്ചതും ഹിജറ 8-നാണ്. ഹിജറ 9-ന് നമ്മൾ എന്താ പറഞ്ഞത്? ഹിജറ 9-ന് എന്താ സംഭവിച്ചത്? ഹിജറ 9-ന് സംഭവിച്ചത് സമാധാന സന്ധി അല്ലേ? ഓക്കെ. പിന്നെ ഹിജറ 10-നാണ് എന്ത് സംഭവിക്കുന്നത്? ഉസ്താദ് നിങ്ങൾക്കൊരു PDF അയച്ചു ഓക്കെ, നിങ്ങൾക്കൊരു PDF അയച്ചു തന്നില്ല? നിങ്ങൾ ഹിജറ വർഷം ഇട്ടിട്ടുള്ള PDF അയച്ചു തന്നിരുന്നല്ലോ. നിങ്ങൾ അത് എഴുതിയെടുത്തോ അല്ലെങ്കിൽ PDF പ്രിന്റ് എടുത്തോ? പ്രിന്റ് എടുത്തിരുന്നോ? എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സിലൊരു കുറവാണ് എങ്കിൽ അത് ശ്രദ്ധിക്കണം. ഉസ്താദ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ? അതില് ഒരുപാട് ബക്രീദ് മുതൽ കാണാത്ത ആളുകൾ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം അല്ലേ? ഗ്രൂപ്പ് ശ്രദ്ധിക്കുക. നമ്മൾ അതിലിടുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം കുറച്ച് ദിവസങ്ങളുള്ളൂ, നമ്മൾ പരിശ്രമിച്ചാൽ മതി. ബാക്കിയുള്ളൊക്കെ നമ്മൾ ഇതുവരെ ഇങ്ങനെ പോയില്ലേ. ഇനി ഈ ഒരു ദിവസം നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, വിജയിക്കാൻ കഴിയും കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. പിന്നെ ഇത് നടന്ന വർഷം പറഞ്ഞു 10-ാം വർഷമാണ്. അപ്പൊ നബിതങ്ങളും സഹാബികളും ഹജ്ജിന്റെ മാസം ദുൽഖഅദ ദുൽഹിജ്ജ അല്ലെ, ശവ്വാൽ ദുൽഖഅദ ദുൽഹിജ്ജ. ഇതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മാസത്തിലാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്? ദുൽഖഅദ 25-ന് അല്ലെ? അപ്പൊ നബിതങ്ങൾ പുറപ്പെട്ടത്, സഹാബികളും. ഓക്കെ, മക്കയിലേക്ക് പുറപ്പെട്ടു. എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്തത്? മക്ക അതുപോലെ പിന്നെ എന്താ പറയാ, ഹജ്ജത്തുൽ വിദാ നബിതങ്ങൾ എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്തത്? ഹുനൈൻ സമരത്തിന്റെ ശ്രദ്ധിക്കാം.
ഇതിലാരൊക്കെയോ മൈക്ക് ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കണേ, മൈക്ക് ഓണാക്കി വെക്കുമ്പോൾ അതുവരെ നിങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഇവിടെ കേൾക്കും, റെക്കോർഡിങ്ങിൽ എല്ലാവരും കേൾക്കും. ആരാണ് സംസാരിക്കണതെന്നും കാണും. ശ്രദ്ധിക്കണേ. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട എവിടെ വെച്ചാണ് ഹജ്ജത്തുൽ വിദാഇനെ നബി തങ്ങൾ ഇഹ്റാം ചെയ്തത് ചോദിക്കും. ദുൽ ഹുലൈഫയിൽ വെച്ചാണ് ഇഹ്റാം ചെയ്തത് അല്ലേ? പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഇതിലെ എത്ര ആളുകൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു, എത്ര സഹാബികൾ ഉണ്ടായിരുന്നു ഈ ഹജ്ജിന്? ഒരു ലക്ഷത്തിലധികം സഹാബികൾ ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് നബി തങ്ങൾ അവരുടെ ഈ ഉണ്ടാവുന്നത് നബി തങ്ങളുടെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്, പ്രസംഗം, ഒരു ഖുതുബ. ആ ഖുതുബന്റെ പേരെന്തായിരുന്നു? ഖുതുബത്തുൽ വിദാ എന്ന പ്രധാന ഖുതുബ ഏത് ദിവസമാണ് നബി നടത്തിയത്? അപ്പൊ അത് ചോദിക്കാൻ സാധ്യത അറഫ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ വിദാ നടത്തിയത്. എന്നാൽ ഖുതുബത്തുൽ വിദാ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഉസ്താദ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് ചോദ്യപേപ്പറിൽ വന്ന ചോദ്യം കൂടിയാണ് കേട്ടോ. എന്താണ് ഖുതുബത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ? പറയൂ. ഇസ്ലാമിന്റെ ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാ. അപ്പൊ ഇത് നോട്ട് ചെയ്തേക്കട്ടെ. നമ്മുടെ ഏതോ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഖുതുബത്തുൽ വിദാ? നമ്മൾ നേരത്തെ പറഞ്ഞു ഹജ്ജത്തുൽ വിദാ എന്ന്. ഹജ്ജത്തുൽ വിദാ എന്നാണ് നമ്മൾ പറഞ്ഞു, വളരെ സിമ്പിളാണ്. അത് ചോദ്യം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിനാണെന്ന് പറയാം ഹജ്ജത്തുൽ വിദാ എന്ന് പറയാം. എന്നതുപോലെ ഖുതുബത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ കുറച്ചധികം പറയാനുണ്ട്. എന്താണത്? ആ നബി തങ്ങളുടെ പ്രസംഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിലാണ് നബി തങ്ങൾ പറഞ്ഞത് അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും, അതായത് നിസ്കാരം, നോമ്പ്, ഹജ്ജ് കാര്യങ്ങളൊക്കെ ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാ. അങ്ങനെ ഖുതുബത്തുൽ വിദാ നടത്തി കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? എന്താ പറഞ്ഞത്? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ലാലി ലാ അൽഖാക്കും ബഅദ ആമി, ഇത് പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം അർത്ഥം അറിയോ? ഇതിന്റെ ശേഷം നിങ്ങളെ ഞാൻ കണ്ടിരുന്നു വന്നേക്കാം. എന്റെ ഈ കൊല്ലത്തെ ശേഷം നിങ്ങളെ ഞാൻ ഓക്കെ, സഹോദരി പറയുന്നത് നോട്ട് ചെയ്തോളൂ. അതായത് എന്റെ ഈ നിങ്ങളെ തദ്രീബാത്തില് ഈ ഹജ്ജത്തുൽ വിദാ എന്നുള്ള പാട്ടിന്റെ തദ്രീബാത്തിൽ അവസാന ഭാഗത്തുണ്ട് കേട്ടോ. അതായത് എന്റെ ഈ കൊല്ലത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കാൻ സാധ്യമില്ല, ഞാൻ ലോകത്തോട് ഇവിടെ പറയും എന്ന ഒരു നബിത്തങ്ങളുടെ വഫാത്തിന്റെ, പുണ്യ നബിയുടെ വഫാത്തിന്റെ സൂചന നബിത്തങ്ങൾ ആ പ്രസംഗത്തിന് ശേഷം സ്വഹാബികൾക്ക് നൽകുകയാണ്. അത് കേട്ട് ഒരുപാട് ആളുകൾ കരഞ്ഞു എന്നല്ലേ. അപ്പൊ നബിത്തങ്ങൾ എന്താ പറഞ്ഞത്? ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ എന്ന് പറഞ്ഞാല് എന്റെ ഈ കൊല്ലത്തിന് ശേഷം സ്വഹാബികളെ നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത വർഷം ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നൊരു ദുഃഖമായ സന്ദേശം നബിത്തങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണുണ്ടോ? ഉണ്ടാ അതാണ് നബിത്തങ്ങൾ ഖുതുബത്തുൽ വിദാന്റെ അവസാനം പറഞ്ഞത് അല്ലെ, ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. അത് മനപ്പാടക്കൊക്കെ ചിലപ്പോൾ അത് പൂരിപ്പിക്കാണ്ടാവും കേട്ടോ.
പിന്നെ ഇസ്ലാമിന്റെ സമ്പൂർണ്ണത വിളംബരം ചെയ്യുന്ന ഇതും പൂരിപ്പിക്കേണ്ടതുണ്ട്. ഒരു ആയത്തോതി ഖുർആൻ വാക്യം ഇറങ്ങിയത് ഈ സമയത്തായിരുന്നു. നബി തങ്ങളുടെ ഈ ഖുതുബത്തുൽ വിദാന്റെ സമയത്ത് ഇറങ്ങിയ ഒരു ആയത്താണത്. എന്താണത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഖുർആൻ വാക്യം ഇറങ്ങിയതും ഈ സന്ദർഭത്തിലാണ്. ഇവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തതിന്റെ സൂചനകളായിരുന്നു. അല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ അർത്ഥം ചിലപ്പോൾ ചോദിച്ചൂടാ, ഇല്ല ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ നമ്മൾ തദരീവാത്തിൽ കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാന്ന്. അതിന്റെ ആശയത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇതിന്റെ അർത്ഥമുണ്ട്. ഏതാണ്ടാ കണ്ടോ? ഇന്ന് നിങ്ങളുടെ കണ്ടോ നിങ്ങളെ ഇതിൽ പൂർത്തിയാക്കി തരികയും എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഞാൻ സമ്പൂർണ്ണമാക്കുകയും ഇസ്ലാമിനെ നിങ്ങളുടെ ദീനായി ഓക്കെ മക്കൾ, അപ്പൊ അത് വരാൻ സാധ്യത കുറവാണ്. എന്നാലും മനസ്സിലെത്തുന്നുള്ളത് ഇതിന്റെ ഏതെങ്കിലും ഒരു കഷ്ണം പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോ കേട്ടോ. ആയത്തുന്നത് ജസ്റ്റ് എന്ന ഖുർആൻ വാക്യം ഇറങ്ങിയത് ഈ സന്ദർഭത്തിലാണ്. ഇവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഈ പറയാൻ പോണ ചോദ്യം എന്താണ്? അതായത് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാലം ജീവിച്ചു? എത്ര കാലാണ്? 3 മാസം. റിപ്പീറ്റ് ആയി വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഹജ്ജത്തുൽ വിദാഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മാസമാണ് 3 മാസമാണ് ദിവസങ്ങള് അല്ലേ? ദുൽഹിജ്ജ കഴിഞ്ഞാല് മുഹറം, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12 എന്ത് ചെയ്തു? റബീഉൽ അവ്വലിലാണ് മുത്തനബി എന്ത് ചെയ്തു? വഫാത്ത് അല്ലേ? 12 തിങ്കളാഴ്ച. ജനിച്ചതും അതുപോലെ തന്നെ. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പാഠം നോക്കാം. വേണ്ട, എന്താണ് ഈ പാഠത്തിന്റെ ഹെഡിങ്? ഉണ്ടാവോ? ഇല്ല. അത്രയും വ്യക്തമായ സംഭവം ലോകത്തിന്റെ കാരണമായി അവതരിപ്പിച്ച നിബിധങ്ങൾ ലോകത്തോട് ഇവിടെ പറയാൻ പോവാ. ആ സംഭവമാണ് ഇതിൽ പറയണത് അല്ലെ? ഇത് കണ്ടിട്ട് ഒരുപാട് സഹാബികൾ നിയന്ത്രണം പോയി. അവസാനം ആ സഹാബികളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത് ഓർമ്മണ്ട? ആരാണ് മുഹമ്മദ് കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ അവരെ തല ഞാൻ എന്ത് ചെയ്യും? ഈ വാളുകൊണ്ട് വെട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെന്താ അങ്ങനെ ഒരാൾ കാരണം? അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ? നബിതങ്ങൾ വഫാത്ത് എന്ന് പറഞ്ഞിട്ട് സഹാബികൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ ഓരോ സഹാബികൾക്കും ഓരോ രൂപത്തിലായിരുന്നു വിഷമങ്ങൾ. അത് അവസാനം അവരുടെ കൂട്ടത്തില് അവരൊക്കെ ധൈര്യപ്പെടുത്തിയൊരു സഹാബി ഉണ്ട്. ആരെ പറയാൻ പറ്റുമോ? അബൂബക്കർ എന്ത് പറഞ്ഞു കണ്ട് സാന്ത്വനപ്പെടുത്തിയത് ഓർമ്മണ്ട? ഈ പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം അവരോട് പറഞ്ഞു മുഹമ്മദൻ, ഇതും പറഞ്ഞു, ഇതും അവർ ആശ്വസിച്ച് പറഞ്ഞു. എന്താണ്? ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു എന്നത് മരിക്കാതെ വന്നാണ്. അതോടെ അല്ലേ? ഇതൊക്കെ ഇതിൽ മക്കളെ മെയിൻ. പിന്നെ ഇതൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റത്ത് ഷരീഫയിലാണ് തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. അത് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത് നമ്മളൊക്കെ എന്താ സാധാരണ പറയുക? റൗള ഷരീഫിലാന്ന് പറഞ്ഞേ.
പക്ഷെ റൗള എന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലമാണ്. പക്ഷെ യഥാർത്ഥ നബിത്തങ്ങളെ ഖബർ നിലകൊള്ളുന്ന എവിടെ? ഷെരീഫ ആയിഷ റളിയല്ലാഹു ആയിഷ ബീവിയുടെ ഹുജറത്ത് ഷെരീഫയിലാണ് തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. ഹുജറ എന്ന് പറഞ്ഞാൽ ഹുജറത്ത് പറഞ്ഞ റൂം എന്നിട്ട് അപ്പൊ ആയിഷാബിന്റെ റൂം ആ പള്ളിയുടെ മദീന പള്ളിയുടെ അടുത്തുള്ള സ്ഥലമാണ് ആയിഷാബിന്റെ റൂം എന്നായിരുന്നത് അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആയിഷാബിയുടെ റൂമിൽ പരിശുദ്ധമായ റൂമിലാണ് നബി തങ്ങളുടെ ഖബർ എന്ത് ചെയ്യണത് നിലകൊള്ളുന്നത്. അതാണ് ഹുജറത്ത് ഷരീഫ് പറഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. നമ്മൾ ഒന്നുകൂടി അങ്ങോട്ട് പോട്ടോ, സമയം ഇപ്പം നമ്മൾ കഴിയും. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം, നോക്കൂ. അപ്പൊ നോക്കാം, നബിസ്വലാസങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാം. ഈ പിന്നെ നബിസ്വലാസങ്ങൾക്ക് രോഗം ബാധിച്ചത് ഈ ഹിജറ എത്രാം വർഷം ഏത് മാസത്തിലും ചോദിക്കാറുണ്ട്. അതെന്താണ് പറയൂ? ഹിജറ 11-ാം വർഷത്തിലാണ്. ഏത് മാസത്തിലാണ്? സഫർ മാസത്തിൽ കേട്ടോ. നമ്മള് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, മൈക്ക് മ്യൂട്ട് ആക്കിയോ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോകും, ശ്രദ്ധിക്കണേ. ഹിജറ 11-ാം വർഷമാണ്. ശ്രദ്ധിക്കുക, ഹിജറ 11-ാം വർഷമാണ് നബി തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നത്. അതന്നെ ഏത് മാസത്തിലാണ് രോഗം ബാധിക്കണത്? സഫർ മാസത്തിൽ കേട്ടോ. ശ്രദ്ധിക്കണേ, അറബി മാസം കഴിഞ്ഞാൽ അറബി മാസം തുടക്കത്തിലെ മാസം മുഹറാണ്, രണ്ടാമത്തെ മാസം സഫറാണ്, മൂന്നാമത്തെ മാസം റബീഉൽ അവ്വലാണ്. ഈ റബീഉൽ അവ്വല് 12 തിങ്കളാഴ്ച ളുഹ സമയത്താണ്, അഥവാ പൂർവാഹന സമയത്താണ് നബി തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഇപ്പൊ മനസ്സിലാക്കുക, ആദ്യ രോഗം ബാധിച്ചത് സഫറിലാണ്, പിന്നെ റബീഉൽ അവ്വലാണ് മുത്തുനബി എന്ന വഫാത്താണത്. അപ്പൊ ശ്രദ്ധിക്കുക, സഫർ മാസം അവസാനത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? രോഗം ബാധിച്ചു. പള്ളിയിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തോട്ടോ. പള്ളിയിൽ എത്താൻ കഴിയാതെ വന്നപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആരെയാണ് നബി തങ്ങൾ ചുമതലപ്പെടുത്തിയത്? അബൂബക്കർ ഇനി നിങ്ങൾ കേട്ടോ, ശ്രദ്ധിക്കാം. രോഗാവസ്ഥയിൽ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറിക്കാണ്ട് പറഞ്ഞൊരു പ്രസംഗം, ആദ്യം പ്രസംഗിച്ചിട്ടോ. രോഗം ബാധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നബി തങ്ങൾക്ക് സൂചന കിട്ടി. അപ്പൊ നബി തങ്ങൾ ആദ്യമായിട്ട് ഒരിക്കൽ പള്ളിയിൽ വന്നിട്ട് മിമ്പറിൽ കയറി ഇരുന്നു. എന്നിട്ട് സ്വഹാബികളുടെ മുമ്പിലേക്ക് തിരിഞ്ഞിട്ട് അവരോടൊരു പ്രസംഗം, ചെറിയൊരു പ്രസംഗം. അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിക്കും ചിലപ്പോ. മനസ്സിലാക്കി അള്ളാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അവന്റെ അടുക്കലുള്ളതോ തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. തെരഞ്ഞെടുത്തു. അല്ലെ? അപ്പൊ എന്താ പറഞ്ഞ മനസ്സിലായോ? അതായത് നബി തങ്ങളോട് അള്ളാഹു എന്ത് ചെയ്യണം? അങ്ങോട്ട് വിളിക്കാണ്, പരലോകത്തേക്കുള്ള യാത്ര. അല്ലെ? അതായത് ഖബർ ജീവിതം മുതൽ പരലോക ജീവിതം. അപ്പൊ നബി തങ്ങളോട് പറയാണ്, പരലോകമാണ് ഏറ്റവും ഉത്തമം. അപ്പൊ രണ്ടും കാണിച്ചു കൊടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇഹലോകം ഏതും എടുക്കാൻ നബിയെ. അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്തു? ഏത് തെരഞ്ഞെടുക്കുന്നത്? അതായത് പരലോകം. അല്ലെ? പരലോകത്തുള്ള ആ ഒരു ജീവിതമാണ് നബി തങ്ങൾ തെരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാല് മരിക്കാനായി എന്ന സൂചനയാണത്. അല്ലെ? ഓക്കെ. പിന്നെ രോഗം ബാധിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ വീട്ടിലായിരുന്നു? ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അത് അടയാളപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങൾ നോക്കില്ല. മൈമൂന ബീവി ട്ടാ. മൈമൂന ബീവി റളിയല്ലാഹു വീട്ടിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, വഫാത്ത് ആകുമ്പോ ആരുടെ വീട്ടിലായിരുന്നു? ശ്രദ്ധിക്കണേ. അപ്പൊ ഒന്നിലധികം ഭാര്യമാരുള്ളത് കൊണ്ട് ശ്രദ്ധിക്കാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഭാര്യയുടെ വീട്ടില്, മറ്റേ ദിവസം മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ, അങ്ങനെയാണ് നബി തങ്ങൾ നിൽക്കാറുള്ളത്. അല്ലെ? രോഗം ബാധിച്ചു ആരെയായിട്ട്
ബാക്കി വീട്ടൊക്കെ സമയം കഴിയാൻ പോണേ. നമ്മള് പാഠം പറഞ്ഞ് തീരണ്ടേ, 6 മണി. ശ്രദ്ധിക്കണേ. അപ്പോ മൈമൂന ബീവിയുടെ വീട്ടിലാണ് നബിത്തങ്ങൾ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? പക്ഷെ നബിത്തങ്ങൾ കൂടുതൽ ഭാര്യ ആരായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബിത്തങ്ങൾക്ക് ഇതിനു വേണ്ടി മറ്റുള്ള ഭാര്യമാരോടൊക്കെ സമ്മതം ചോദിച്ചുകൊണ്ട് നബിത്തങ്ങൾ അവസാനം ഈ രോഗാവസ്ഥയിൽ അവസാനം മരിക്കോളും ആരെ വീട്ടിലായിരുന്നു? ആയിഷ ബീവിയുടെ ഓക്കെ. ഈ മൈമൂന ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു രോഗം ബാധിക്കും അല്ലെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൈമൂന ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ഈ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആരൊക്കെയായിരുന്നു? ഓക്കെ, ശ്രദ്ധിക്കാം മക്കളെ. ഇത് രണ്ട് നബിത്തങ്ങളുടെ സഹോദരന്മാരെ അലി റളിയല്ലാഹു നബിത്തങ്ങളുടെ മരുമകനുമാണ്, സഹോദരനാണ് ശരിക്കും. കാരണം ആരാണ്? നബിത്തങ്ങളുടെ എളാപ്പയുടെ മക്കൾ അവരൊക്കെ അല്ലെ. അബ്ബാസ് റളിയല്ലാഹു ഒരു എളാപ്പയാണ്, അബൂ താലിബ് റളിയല്ലാഹു അല്ലെ. ഇവരുടെ മകനാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെയും ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെയും സഹായത്തോടെയാണ് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നബിത്തങ്ങൾ എത്തിയത്. ഓക്കെ, അപ്പൊ അതാണ് ഈ പ്രാർത്ഥന. പിന്നെ അവസാനം നോക്കാം. വഫാത്ത് ദിവസം സുബഹ് സമയത്ത് നബി തങ്ങൾ പള്ളിയിൽ വന്നു. അപ്പോൾ ആരാണ് ഇമാമത്ത് നിൽക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇമാമത്തിൽ നിസ്കാരം നടക്കുകയായിരുന്നു. തങ്ങൾ നിസ്കാരത്തിൽ തുടർന്നു അല്ലെ. നബി തങ്ങൾ ഇരുന്ന് നിൽക്കാൻ കഴിയാത്തവർ എങ്ങനെ നിസ്കരിക്കണം നമ്മൾ പറഞ്ഞത്? ഇരുന്ന് നിസ്കരിക്കണം അല്ലെ. ഓക്കെ, നിസ്കാര ശേഷം അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ഓക്കെ സമയം ആയിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് നിർത്താം. പിന്നെ ഈ വരും കൂടി പറഞ്ഞിട്ട് ഫുള്ളാക്കട്ടെ. നിസ്കാര ശേഷം നബി തങ്ങൾ പറഞ്ഞ കാര്യം എന്താണ്? മുത്തനബി എന്താ പറഞ്ഞത്? ഓക്കെ, മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ സമയം ഇല്ലാത്ത നിർത്താം. ബാക്കി നമുക്ക് ഇതും നാളെ അടുത്ത പാഠത്തിന്റെ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഹോംവർക്ക് ഈ പാഠഭാഗങ്ങൾ ഹോംവർക്ക് കേട്ടോളൂ. പറയാം, ഞാൻ ഗ്രൂപ്പിലും പറയാട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പാഠഭാഗങ്ങളുടെ ഒക്കെ ഫോട്ടോ ഉസ്താദ് ഗ്രൂപ്പിൽ അയച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് അടയാളപ്പെടുത്തിയ ഭാഗം എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് നിങ്ങൾ നോട്ടാക്കി ഓരോ പാഠത്തിന്റെ ഹെഡിങ് കൊടുക്കുക. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എഴുതി വെക്കുക. അതുപോലെ ഇനി അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ അടയാളപ്പെടുത്താത്തതും പോയിന്റ് ആയിട്ട് കിട്ടോ, അത് നിങ്ങൾക്ക് സ്റ്റാർ ഇട്ട് എഴുതി വെക്കാവുന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. 6 മണി കഴിഞ്ഞത് കൊണ്ട് നമുക്ക് നിർത്താം. സലാത്തല്ലല്ലോ. സല്ലല്ലാഹു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. പോയിട്ടില്ലേ?